നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ട്രാവൽ വിത്ത് സുനു സത്യം വീഡിയോയുടെ യാത്രകൾ എന്ന നമ്മളുടെ ചെറിയ ചാനലിലേക്ക് എൻ്റെ എല്ലാ സ്നേഹിതർക്കും സ്നേഹ സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ധാരാളം ദൂരെയുള്ള ലൊക്കേഷനൊന്നുമല്ല, ഞാനൊരു വളരെ അത്യാവശ്യമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്താണ് എത്തിയത്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും മലയാളികളായിട്ടുള്ള ഏത് വ്യക്തിയും ഒരു അർത്ഥത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും തിരുവനന്തപുരത്ത് വരേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ട്രാവൽ വിത്ത് സുനുവിൽ തിരുവനന്തപുരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ആ വിശേഷം എന്താണെന്ന വിശേഷത്തിലേക്ക് നമുക്ക് കിടക്കാം. നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് സംഗതികളാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ താമസിക്കാനുള്ള യാത്ര ചെയ്യാൻ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യത്തിനുള്ള സംവിധാനം. രണ്ട്, നമുക്ക് ഭക്ഷണത്തിന് വരുന്ന ഭക്ഷണ ചെലവ്. സ്റ്റേ ചെയ്യാനുള്ള സംവിധാനങ്ങൾക്ക് നമുക്ക് ധാരാളം സ്ഥലങ്ങളിലുണ്ട്. എന്നാൽ അതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഒരു റേഷ്യോ തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം ഒരാൾ തനിച്ച് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മിതമായ എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ട് നല്ല സൗകര്യങ്ങളോടും താമസിക്കണമെങ്കിൽ നമ്മുടെ തമ്പാനൂരാണെങ്കിലും കിഴക്കേക്കോട്ടയാണെന്നുണ്ടെങ്കിലും പട്ടത്താണെന്നുണ്ടെങ്കിലും കേശവദാസപുരത്താണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് മിനിമം 500 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം ഡീസൻ്റായ ഒരു സ്ഥലത്ത് നമുക്ക് താമസിക്കാൻ പറ്റും. രണ്ടാമത്തെ സംഗതി എന്താണ്? നമ്മളുടെ ഭക്ഷണത്തിൻ്റെ കാര്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഭക്ഷണം എങ്ങനെയുള്ളതായിരിക്കണം? വളരെ ഹൈജീൻ ആയിട്ടുള്ള ഭക്ഷണമായിരിക്കണം, രുചികരമായ ഭക്ഷണമായിരിക്കണം. അത് കഴിച്ചാൽ നമുക്ക് തൃപ്തി ഉണ്ടാവണം. പക്ഷേ എങ്കിൽ നമ്മളെ മലയാളികൾക്ക് നമുക്കതിന് ധാരാളം പൈസ മുടക്കാൻ ഇച്ചിരി വിമിഷ്ടമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഭക്ഷണം. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ കുറച്ച് പൈസയ്ക്ക് വളരെ മേന്മയേറിയ ഭക്ഷണം എങ്ങനെ കഴിക്കാം, തിരുവനന്തപുരത്ത് നിന്ന് എവിടെ നിന്ന് കഴിക്കാം. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ സിറ്റികളിലും അത്തരത്തിലുള്ള സംവിധാനം ലഭ്യമാണ്. ആ ഭക്ഷണം നമുക്ക് എവിടെ നിന്നാണ് കഴിക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതാ ഫ്രീഡം ഫുഡ് ഫാക്ടറി. ഞാൻ ഫ്രീഡം ഫുഡ് ഫാക്ടറിയുടെ പരസ്യക്കാരനൊന്നുമല്ല. ഇതിൽ നോക്കിയത് ചപ്പാത്തിയാണ്. ഇത് ഫ്രീഡം ഫുഡ് ഫാക്ടറിയുടെ എക്കറിയാണ്. വളരെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന എക്കറി. ഇത് 5 ചപ്പാത്തിയുണ്ട്, എക്കറിയുണ്ട്. 5 ചപ്പാത്തിയും ഈ എക്കറിയും കൂടെയുള്ള വില എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വെറും 25 രൂപയാണ്. ഇതിന് രണ്ടിനും ഈ 5 ചപ്പാത്തിക്കും ഒരു എക്കരിക്കുമായിട്ടുള്ള വില. നമ്മുടെ നോർമലി ഒരു എക്കരി മാത്രമായിട്ട് വാങ്ങിച്ചാൽ മേ ബി ലീസ്റ്റ് നമുക്ക് 25 മുതൽ 30-35 ആ ലെവലിലേക്കാണ് പോകുന്നത്. ആ സമയത്താണ് നമുക്ക് ഇതിൻ്റെ കൂടെ വളരെ നന്നായിട്ടുള്ള വളരെ ഹൈജീനായിട്ട് പാക്ക് ചെയ്ത വളരെ രുചികരമായിട്ടുള്ള 5 ചപ്പാത്തി കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ 5 രൂപയുടെ കൂടുതൽ കൊടുത്താൽ നമുക്ക് ചിക്കൻ കറി കിട്ടും. പിന്നെ ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി ഉണ്ട്. അങ്ങനെ ധാരാളം വിഭവങ്ങൾ വളരെ മിതമായ രീതിയിൽ നമ്മുടെ ഫ്രീഡം ഫുഡ് ഫാക്ടറിയുടെ സംഗതികൾ അവൈലബിൾ ആണ്. എന്താണ് ഈ ഫ്രീഡം ഫുഡ് ഫാക്ടറി? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ കേരള ജയിൽ വകുപ്പ്, നമ്മുടെ ബഹുമാന്യനായ ഇഷാക് സിംഗ് DGP ആയിരുന്ന കാലഘട്ടത്തെ, ഐ തിങ്ക് സോ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് ഇത് ആരംഭിച്ചത്. ജയിലിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ, ജയിലിലെ നമ്മുടെ സഹോദരന്മാരുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ മിതമായ രീതിയിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് അവർക്കും പ്രയോജനമുണ്ട്, നമുക്കതിൽ ഏറെ നമുക്ക് പ്രയോജനമുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം പോലെ തന്നെ നമ്മുടെ എറണാകുളത്താണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ ഫ്രീഡം ഫാക്ടറിയുടെ നമുക്ക് ഈ ജയിൽ വകുപ്പ് നമുക്ക് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചപ്പാത്തി നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതുള്ള. ചപ്പാത്തി ആണെങ്കിലും മറ്റുള്ള ഏത് ഭക്ഷ്യ വിഭവങ്ങളാണെങ്കിലും ജയിൽ വകുപ്പിന് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അത് നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. വളരെ രുചികരമായ, രുചിപ്രദമായ, കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, ഭക്ഷണത്തിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങൾ എപ്പോഴും ഏത് ആവശ്യത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അതിന് നമുക്ക് ഏറ്റവും വെടിപ്പോട് കൂടിയിട്ട് ഏറ്റവും മിതമായ രീതിയിൽ നമുക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ ഈ കൗണ്ടറുകൾ. ഇത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ജയിൽ വകുപ്പിൻ്റെ കൗണ്ടർ. അവിടെ നിന്ന് കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും മറ്റ് സിറ്റികളിലൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് ഒന്ന് അന്വേഷിച്ചാൽ അവൈലബിൾ ആകുന്ന സംഗതികളാണ്. ഒന്നും പറയേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ ആരുടെയും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് ജയിൽ വകുപ്പിൻ്റെ ഭക്ഷണം ലഭിക്കുന്നത് എവിടെയാണെന്ന് പറയും. എറണാകുളത്തിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ ഉച്ച സമയത്ത് നമ്മുടെ സുഭാഷ് പാർക്കിൻ്റെ, അതായത് മഹാരാജാസിൻ്റെ അടുത്ത് സുഭാഷ് പാർക്കിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നമ്മളുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നമുക്കിത് അവൈലബിൾ ആണ്. ആ സ്ഥലത്ത് നിങ്ങൾക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ ഈ ഭക്ഷണം മേടിച്ച് കഴിക്കുക. നമുക്കും പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെ നമ്മുടെ അവിടെ താമസിക്കുന്ന ആ സഹോദരങ്ങൾക്കും പ്രയോജനപ്രദമാണ്. അപ്പോൾ ട്രാവൽ വിത്ത് സുനു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.